മധു കൊട്ടാരക്കര, നമ്മുടെ ഏതാണ്ട് അമേരിക്കയിൽ നിന്ന് ഒരു വർഷം ഏതാണ്ട് 85,000-ഓളം വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ, H1B വിസ. അപ്പോൾ ഈ വിസ കാര്യങ്ങളിലൂടെ മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറുന്ന ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും IT സെക്ടറിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇരുട്ടടി പോലെയാണ് ഈ $1,00,000 എന്നുള്ള സംഭവം വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മധു കൊട്ടാരക്കര അവർ ലേറ്റസ്റ്റ് ആയിട്ട് ആലോചിക്കുന്ന ഈ ലോട്ടറി സംവിധാനം എന്ന H1Bയുടെ സിസ്റ്റം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ലോട്ടറി സംവിധാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തീവ്ര റിപ്പബ്ലിക്കൻ ടീം, അതിൽ ഒരു വലിയ സംഘം ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെ പണ്ടേ ഉള്ള നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് H1B വിസ പ്രോഗ്രാം. US കോൺഗ്രസ് പാസ്സാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് സപ്ലിമെന്റലായിട്ട്, അതായത് താൽക്കാലികമായിട്ട് ആ ഒരു ജോലി തീർക്കുവാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് ഈ H1B പ്രോഗ്രാമിന് അനുമതി കൊടുത്തത്. പക്ഷേ 2000-ന് ശേഷമാണ് ഇത് IT മേഖലയിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നതായിട്ട് ഇവർ കണ്ടെത്തുകയും, അതായത് 33% IT മേഖലയിൽ 2000-ൽ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ നോക്കുമ്പോൾ അത് 70% ഉയരുകയും ചെയ്തു. ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ ട്രംപിന്റെ ചുറ്റിനുമുള്ളവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയിലുള്ള തൊഴിലുകൾ നഷ്ടപ്പെടുന്നു, താൽക്കാലിക ജീവനക്കാർ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ H1B ട്രംപിന്റെ കണ്ണിൽ എത്തിയിരിക്കുന്നത്. ഇതിന് $1,00,000 ഫീസാണ് ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനുവേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന ഹവാർഡ് ലുട്നിക് എന്ന് പറയുന്ന ആൾ 3 ലക്ഷം വരെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വൈറ്റ് ഹൗസ് തന്നെ അതിന് ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. ഇത് ഈ വർഷം വരാൻ പോകുന്ന ലോട്ടറി സംവിധാനത്തിലാണ് ഈ പുതിയ അപേക്ഷകർക്ക് 1 ലക്ഷം കൊടുക്കണമെന്നാണ് വൈറ്റ് ഹൗസ് ക്ലാരിറ്റി വരുത്തിയപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ലോട്ടറി സംവിധാനം തന്നെ നിർത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം ട്രംപ് ഭരണകൂടം ഇന്ന് അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ IT മേഖലയ്ക്ക് അത് വലിയ തോതിൽ ബാധിക്കും. പുതിയ അപേക്ഷകർക്ക് ഉയർന്ന ശമ്പളം, അതുപോലെ തന്നെ ഏറ്റവും വൈദഗ്ധ്യമുള്ളവരെ മാത്രം അമേരിക്കയിലേക്ക് ഈ പ്രോഗ്രാമിൽ കൂടെ കൊണ്ടുവന്നാൽ മതി എന്നാണ്. ലോട്ടറി സംവിധാനത്തിൽ നിന്ന് ഇത്തരം ഒരു തീരുമാനം വരുമ്പോൾ ഈ എംപ്ലോയി കൊണ്ടുവരുന്ന ആൾ ആരാണെന്ന് നേരത്തെ തീരുമാനിക്കാനും അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് മുൻകൂട്ടി അറിയുവാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. താങ്ക് യു മധു കൊട്ടാരക്കര. മധു കൊട്ടാരക്കര ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നു. അങ്ങനെ വേണമല്ലോ, അമേരിക്ക താമസിക്കുന്നവരൊക്കെ ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ ക്ലാരിറ്റി ഉണ്ടാകുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.